ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വർഗീസ് തോമസിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ചോദിച്ചറിയാം. നമസ്കാരമുണ്ട് ചേട്ടാ. എന്താ വിശേഷം? സുഖം തന്നെ. അപ്പം നമ്മളെ പ്രോഡക്റ്റ് എന്താണ് ശരിക്കും? നമ്മളത് സോപ്പ് പൊടി, ഫിനോയിൽ, സ്റ്റാർച്ച്, കംഫർട്ട്, ക്ലീനിങ് മെറ്റീരിയൽസ് ഫുള്ളായിട്ടുള്ള ക്ലീനിങ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉള്ളതല്ലേ? നമ്മുടെ ഷോപ്പിന്റെ പേര് എന്താ? സിഡ്കോ ഹോം കെയർ പ്രൊഡക്റ്റ്. സിഡ്കോ എന്താ സിഡ്കോ എന്നുള്ളൊരു പേര് ചൂസ് ചെയ്യാൻ കാര്യം? ഞാൻ 18 വർഷമായിട്ട് സൗദിയിൽ ഉണ്ടായിരുന്ന കമ്പനിയുടെ പേരാണ് സിഡ്കോ, സൗദി ഇൻഡസ്ട്രിയൽ ഡിറ്റർജന്റ് കമ്പനി. അതായത് ശരിക്കും ഒരു GCC നെയിമാണ് അത് ശരിക്കും അല്ലേ? അതെ. അത് ശരിക്കും ഒരു നല്ലൊരു പേര് തന്നെയാണ് ശരിക്കും അല്ലേ? നമ്മുടെ GCC അവിടേക്ക് ഒരു ആ പേരിന് തന്നെ ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ട് അല്ലേ? നമ്മളെ മറ്റുള്ള ഇതുപോലെയല്ല, അവിടുത്തെ ഓരോ പേര് ഇടാൻ നേരത്തും അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് ഇടുന്നത് അല്ലേ? ഇത് ചോറ്റാനിക്കലായിട്ട് വരും അല്ലേ? ചോറ്റാനിക്കര ബൈപ്പാസ് ജംഗ്ഷൻ ആണല്ലേ? ഓക്കെ. ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? 18 വർഷം. പിന്നെ നമ്മുടെ ഇവിടെ ക്ലീനിങ് മെറ്റീരിയൽസ് ആണെന്ന് പറഞ്ഞല്ലോ. ക്ലീനിങ് മെറ്റീരിയൽസ് ഒത്തിരി ഐറ്റംസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ മാനുഫാക്ചറിങ്? നമ്മൾ സോപ്പ് പൊടി, ഫിനോയിൽ, കംഫർട്ട്, സ്റ്റാർച്ച്, ഹാർപിക്ക്, ലൈസോള്, ഉജാല, എയർ ഫ്രഷ്നർ ലിക്വിഡ്. ഓക്കെ. എയർ ഫ്രഷ്നർ മറ്റേ പെർഫ്യൂം അല്ല, മറ്റേ ഇതല്ല അല്ലേ? മറ്റേ ലിക്വിഡാണ്. ലിക്വിഡ് 100 ml 1/2 ലിറ്റർ വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്യാൻ പാകത്തിന് നമ്മളതിന്റെ കോൺസെൻട്രേറ്റർ കൊടുക്കും. ഓക്കെ. പിന്നെ എന്താണ് വേറെ എന്താണുള്ളത്? ഇത് ഇത്ര ഐറ്റങ്ങളൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ഷനായിട്ട്, നമ്മൾ തന്നെ ഓൺ പ്രൊഡക്ഷനായിട്ടുള്ള. പിന്നെ ബാക്കിയുള്ള അതിന് ചില ആൾക്കാർ കസ്റ്റമേഴ്സ് വരുമ്പോൾ കമ്പനി ഐറ്റങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനോടനുസരിച്ച് കമ്പനി ഐറ്റങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അതായത് കൂടുതലും നമ്മൾക്കിപ്പോ നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്താണ് ശരിക്കും? നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോപ്പ് പൗഡർ, തുണി കഴുകുന്ന ഷാമ്പു, ലിക്വിഡ് സോപ്പ്, ഡിഷ് വാഷ്, അങ്ങനെ ഉള്ള ഐറ്റങ്ങൾ, നിത്യ ഉപയോഗമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ പ്രൊഡക്ഷനായിട്ടുള്ളത്. അപ്പം ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഡിറ്റർജൻറ്റ് പൗഡർ ഇത് നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്നത്? മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ബാംഗ്ലൂർ അങ്ങനെ സ്ഥലത്തു നമ്മൾ പല സ്ഥലത്തു നിന്നായിട്ട് നമ്മൾ അതിൻ്റെ കമ്പനിയുടെ ഇത് നോക്കിയിട്ട് നമ്മളെ ക്വാളിറ്റി സാധനങ്ങൾ, അതായത് മറ്റുള്ള ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് ഇപ്പോൾ ക്ലോത്ത് വാഷ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ടച്ച് ചെയ്യുമല്ലോ അതിനകത്ത് അല്ലേ? അതായത് കെമിക്കൽ കൂടുതൽ ഇല്ലാത്ത അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പല രീതിയിലും ഇത് ചെയ്യാം, പല റേറ്റിലും ചെയ്യാം, പല രീതിയിലും ചെയ്യാം ആണല്ലേ? ഓക്കെ. അതായത് നമ്മള് ഈ ക്വാളിറ്റി തമ്മിൽ വ്യത്യാസത്തിൽ നമുക്ക് റേറ്റ് ബിസിനസ് മാത്രം നോക്കണമെങ്കിൽ ബിസിനസ് മാത്രം നോക്കുവാണെങ്കിൽ ക്വാളിറ്റികൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ക്വാളിറ്റിയും നമുക്ക് സ്ഥിരമായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അവർക്ക് ഇതിന് നമ്മൾ ക്വാളിറ്റി നോക്കിയേ പറ്റുള്ളൂ. അത് ശരിക്കും അതായത് നമ്മൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ ഒരു ഈ ചിലവർക്ക് ഈ പൗഡർ യൂസ് ചെയ്യുമ്പോൾ കൈക്ക് ചിലപ്പോൾ അലർജീസ് ഒക്കെ വരാറുണ്ട് അല്ലേ? അത് വളരെ ലോ കോസ്റ്റ് സാധനം ഉപയോഗിക്കും. വളരെ ഒരു 100-ൽ-1 അങ്ങനെ ഇത് വരുള്ളൂ. പക്ഷെ നമ്മൾ 18 വർഷമായിട്ട് ഇത് ചെയ്തിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഞാനിത് 18 വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നതിനും 18 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നതാണ്. ദുബായിൽ തന്നെ സൗദിയിൽ 18 വർഷം ഈ കമ്പനി തന്നെയായിരുന്നു ഞങ്ങൾ ജോലി ചെയ്തത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ? അതെ. ശരിക്കും ഗൾഫ് കൺട്രീസിലുള്ള പ്രത്യേകത നമ്മൾ ഇവിടുത്തെ പോലെ അല്ലല്ലോ. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. സൗദി ഇൻഡസ്ട്രിയൽ ഡിറ്റർജന്റ് കമ്പനി എന്നുള്ളതിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ചോറ്റാനിക്കര ഡിറ്റർജന്റ് കെമിക്കൽസ് എന്ന് മാത്രം നമ്മൾ ഇട്ടേക്കണം, ഈ പേര് ഹോം കെയർ പ്രോഡക്റ്റ് ഇട്ടേക്കണത്. ചോറ്റാനിക്കര ഡിറ്റർജന്റ് ഹോം കെയർ പ്രോഡക്റ്റ് എന്നാണ് അതിന്റെ ഉദ്ദേശം, എന്റെ ഉദ്ദേശം ആണല്ലേ? ഓക്കെ. പക്ഷെ ആൾക്കാർക്ക് പേര് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മള് ഉദ്ദേശം അതായിരുന്നു. പക്ഷെ റീസേട്ടാ നമ്മളിപ്പോൾ ഈ സാധനത്തിന്റെ ഇപ്പൊ 18 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കസ്റ്റമറുടെ അഭിപ്രായം എന്താണ് ശരിക്കും? കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ
നല്ല അഭിപ്രായം ഉണ്ടായിട്ടാണല്ലോ നമ്മൾ ഒരു ലെവൽ പോലും ഇല്ലാണ്ട് 18 വർഷം ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇത്ര ഉള്ള ഏരിയ ആയിട്ടുള്ള ചോറ്റാനിക്കര എന്ന് പറയുന്നത് ഒരു ഉള്ള ഏരിയ ആണ്. വേറൊരു സ്ഥലത്ത് തൃപ്പൂണിത്തുറ, എറണാകുളം പോലെ പല സ്ഥലത്തും വന്നു ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത് ചോറ്റാനിക്കര. ഈ ചോറ്റാനിക്കര എന്ന് പറഞ്ഞാൽ നമ്മൾ അതേ രീതിയിലുള്ള പ്രൊഡക്റ്റിന് ഒരു കംപ്ലൈന്റ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇതിന് ആദ്യം തുടങ്ങിയത്. അപ്പുറത്തെ ലാസ്റ്റത്തെ ആ മുറി ചെറിയൊരു 300 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. 300 പോലില്ല, 150 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയത്. ഞാൻ 150 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങുമ്പോൾ 6 മാസം വരെ ഈ സാധനം 1 രൂപയ്ക്ക് പോലും വിൽക്കില്ലായിരുന്നു. ആൾക്കാരെല്ലാവരും എന്നോട് പറയാറുണ്ട് ഇവന് പ്രാന്ത് പിടിച്ചിട്ട് തുടങ്ങിയേക്കണതാണ്. ഇത് കൂട്ടി പോകേണ്ട പല സ്റ്റേജുകളും വന്നിട്ടുണ്ട്. പിന്നെ ആ രീതിയിൽ നിന്ന് ഇത് കൊണ്ടുപോയി ഈ കസ്റ്റമറാണ് നമ്മൾ ഇത്രയും ഈ നിലയിൽ വരെ എത്തിയത്. കസ്റ്റമറാണ് നമ്മളെ ഇത്ര ഇതിന്. ഒരാൾ വന്ന് ഇന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട് 200 രൂപ 6 മാസം കഴിഞ്ഞപ്പോൾ 200 രൂപയുടെ സോപ്പ് പൊടി മേടിച്ചത് നമ്മൾ ഇന്നും ഓർക്കേണ്ടത്. ആ മനുഷ്യൻ ഇന്നും വരാറുണ്ട് ഇവിടെ. അതും ഇപ്പൊ ഈ പറഞ്ഞ പോലെ പറയിച്ചിട്ടാ നമ്മള് മൗത്ത് പബ്ലിസിറ്റി ആണ് അല്ലേ? അതായത് ഇപ്പൊ ഇവിടെ യൂസ് ചെയ്തിട്ട് അവിടുത്തെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളും അല്ലേ, നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടാണല്ലോ മറ്റൊരിടത്ത് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം, ദൈവത്തിന്റെ ഒരു കഴിവും അനുഗ്രഹവും ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഒന്നും നമുക്ക് അതിനനുസരിച്ച് നമ്മൾ പണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നിരുന്നൊരു ആദ്യം എന്തായിരുന്നു? ആദ്യം ഞങ്ങൾ വണ്ടിയായിരുന്നു ഞങ്ങൾ. ഓക്കെ. അത് തുടങ്ങിയിട്ടാണ് പിന്നെ ഗൾഫിൽ പോയത്. അത് തുടങ്ങാന്ന് പറഞ്ഞാൽ അന്ന് വണ്ടി ഉണ്ടായിരുന്നില്ല, നമ്മളിവിടെ വണ്ടിയിൽ നടക്കുമായിരുന്നു. അതായത് നമ്മള് മറ്റുള്ള വണ്ടിയിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി ഓടിക്കാനും ക്ലീനറായിട്ടും നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഗൾഫിൽ പോയിട്ടാണ് പിന്നെ വണ്ടി എടുത്ത് പിന്നെ ആ രീതിയിൽ വണ്ടിയുടെ പരിപാടിയായിട്ട്. ഇപ്പോ ഇപ്പൊ നമ്മള് ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് സൗദി പോയപ്പോ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കമ്പനി സ്റ്റാർട്ട് അത് കമ്പനി ആയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? കമ്പനി ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് വർഗീസേട്ടനാണ് അതിനകത്ത് സ്റ്റാർട്ടപ്പ്. എന്റെ കൂടെ തന്നെ വേറെ 2 പേരുണ്ടായിരുന്നു, സൗദി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ. അല്ല, അപ്പോ ഈ പരിചയപ്പെട്ട ലോക്കലാണെങ്കിലും പുള്ളിക്കാരൻ ഇതിനെ കുറിച്ച് പഠിച്ച ഒരു വ്യക്തി കൂടിയാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റി അല്ലേ? നമ്മളൊരു പുതിയ സ്റ്റാർട്ടപ്പ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇതനുസരിച്ച് ഇവിടെ വന്ന് ഇതെന്ത് ചെയ്യണം, ഇത് എവിടെ നിന്ന് കിട്ടും എന്താന്നൊക്കെ ഉള്ള രീതിയിൽ വന്നപ്പോൾ നമ്മൾ ഇതിനെ ഒരാള് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ബഷീർ എന്ന് പറഞ്ഞൊരു ആള്. നമ്മള് മെറ്റീരിയലിന് വേണ്ടി നമ്മള് പൈസ ആയിട്ടും നമ്മള് സപ്പോർട്ട് ചെയ്തിട്ട് പൈസ ആയിട്ടല്ലെങ്കിൽ ഈ സാധനങ്ങളിൽ എവിടെ നിന്ന് ഇത് എന്നൊക്കെ ഉള്ള എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് 18 വർഷം നിന്നിട്ട് നാടുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ തിരിച്ചു എവിടെ കിട്ടും അല്ലേ? അതായത് ഈ സാധനങ്ങൾ പ്രൊഡക്റ്റ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കണമല്ലോ അല്ലേ? ഇതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? കുറെ കാര്യം ഒത്തിരി പഠിക്കാനുണ്ട്. ഇത് എത്ര പഠിച്ചാലും തീരില്ലാത്ത സംഭവമാണ്, സബ്ജക്റ്റ് ആണ് അതല്ലേ? അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ വാഷിംഗ് ഐറ്റംസ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പം സോപ്പ് പൊടിയുണ്ട്, പിന്നെ എന്താണ് ഹാൻഡ് വാഷ് ഉണ്ട്, ഡിഷ് വാഷ് ഉണ്ട്, ഫിനോയിൽ ഉണ്ട്, പിന്നെ തുണിക്ക് മുക്കണ സ്റ്റാർച്ച് ഉണ്ട്, കംഫർട്ട് ഉണ്ട്, പിന്നെ ഗ്ലാസ് ക്ലീനർ ഉണ്ട്, പിന്നെ നമ്മൾ എയർ ഫ്രഷ്നർ, ഉജാല, എല്ലാ ഐറ്റവും. അതുപോലെ നമ്മളൊരു വീട്ടിൽ വീട്ടിൽ മാത്രമല്ല ഹോട്ടലിലൊക്കെ ആണെങ്കിലും എല്ലാ മേഖലയിലേക്കും നമുക്ക് എല്ലാ പ്രോഡക്റ്റും ഇവിടെ ഉണ്ട്. എല്ലാം ഉണ്ട്. നമുക്ക് ഹോൾസെയിൽ ഉണ്ടോ റീറ്റെയിലും ഉണ്ടോ? നമ്മൾ ഹോൾസെയിലും ആയിട്ടും കൊടുക്കുന്നുണ്ട്, റീറ്റെയിലും ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ഈ ഡിസ്ട്രിക്ട് വരെ നമ്മൾ എവിടം വരെയൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്? നമ്മൾ അങ്ങനെ സപ്ലൈ ചെയ്യാനായിട്ട് നേരത്തെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ആദ്യം തുടങ്ങിയ സമയത്ത് ഒരു ഇതില്ലാതെ, പിന്നെ ഒരു കച്ചവടം വന്നപ്പോൾ ഇത് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ രീതി വെച്ച് നമ്മൾ കൊടുത്തിട്ട് രണ്ടാമതൊന്ന് പൈസ മേടിക്കാൻ പോകാനുള്ള അതിനുള്ള ടൈമില്ല, ആളുമില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ജോലിക്കാരധികം വേറെ വെച്ചിട്ടുള്ള പരിപാടിയല്ല. ഞാനും എൻ്റെ വൈഫും പിന്നെ ഞങ്ങൾ 2 പേര്. അതില് അവന് എൻ്റെ കൂടെ സൗദിയിൽ ഉണ്ടായിരുന്നവനാ. അവനിപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അവിടെ ഇതായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും അവൻ നമ്മുടെ കൂടെ. അതായത് ഗൾഫിൽ പോയപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ അവന് ഗൾഫിൽ ചെന്ന് പരിചയമുള്ളതാ. കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അടുത്ത് തന്നെയാണ് താമസം. അല്ല, അവന്റെ വീട് കൊടക.
കർണാടകയാണ്. ആണല്ലേ? ഓക്കെ. അവൻ ഇപ്പം നമ്മളിവിടെ വന്ന് ഇതിങ്ങനെ ഒരു ഇതും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ദിവസം അവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവനും വരാന്ന് പറഞ്ഞു. എന്നാൽ അവനും അപ്പൊ അങ്ങനെ ഒരു ജോയിന്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മുടെ കുടുംബം പോലെ തന്നെ അങ്ങനെ പോകുന്നുണ്ട് അല്ലേ? നമ്മളെ ഏതൊരു കമ്പനിയുടെയും മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? സ്റ്റാഫാണ് നമ്മളുടെ എല്ലാം അല്ലേ? അപ്പോൾ എത്രത്തോളമാണ് സ്റ്റാഫിന്റെ സപ്പോർട്ട്? സ്റ്റാഫ് നല്ല സപ്പോർട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫാണ്. ഓക്കെ. വൈഫാണ് ഇതിന് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നേരം വെളുത്ത് ഇപ്പം ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു വഴിക്ക് പോയി ഓരോ കാര്യങ്ങൾ നടത്തി വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുന്നതും എല്ലാം, അതായത് നമ്മൾ ഇതിനെപ്പറ്റി മാനുഫാക്ചർ ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ശരിക്കും പറയാൻ. പറയേച്ചേട്ടനെ ഈ മറ്റുള്ള പുറത്തെ കാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്യാം. ഇവിടുത്തെ വൈഫ് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ഒരു സപ്പോർട്ട് തന്നെയാണ്, ഫാമിലി സപ്പോർട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ഡിഷ് വാഷും ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഡിഷ് വാഷ് നമ്മുടെ ബ്രാൻഡഡ് ഉണ്ടല്ലോ, ഇത് തമ്മിലുള്ള വളരെ വ്യത്യാസമുണ്ടോ ഈ പ്രൈസ് തമ്മിലുള്ള? പിന്നെ പ്രൈസ് നല്ല വ്യത്യാസമുണ്ട്. 1 ലിറ്റർ ഹാർപ്പിക്ക് 100 ചില്ലാൻ രൂപ വരുമ്പോൾ ഇത് 1 ലിറ്റർ ഹാർപ്പിക്ക് നമ്മൾ 50 രൂപയ്ക്ക് കൊടുക്കുന്നത്. 3-1 അതുപോലെ ഡിഷ് വാഷ് 200 ml നമ്മുടെ 70 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിറ്റർ 80 രൂപയുടെ ഉണ്ട്, 1 ലിറ്റർ 50 രൂപയുടെ ഉണ്ട്, 1 ലിറ്റർ 30 രൂപയുടെ ഉണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോൾ നല്ല റേറ്റ് വരും അത് തീർച്ചയായിട്ടും. അപ്പൊ പലരും വന്നിട്ട് വില കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ വില കുറഞ്ഞത്. അത് രണ്ടും കൊണ്ടായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് വരുമ്പോൾ ഉദാഹരണം ഇപ്പൊ ഇവിടെ ഡിഷ് വാഷ് തന്നെ മാർക്കറ്റിൽ 30 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ 30 രൂപയുടെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ 50 രൂപയുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 50 രൂപയുടെ ഉണ്ടാക്കി. 50 രൂപയുടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും നമ്മൾ ലാസ്റ്റ് നല്ല രീതിയിൽ 80 രൂപയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും കൊടുത്തു തുടങ്ങിയപ്പോൾ ആൾക്കാർ അത് കൊണ്ടുപോയി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് 80 മതി. ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് 5 കിലോയ്ക്ക് വളരെ വളരെ 5 കിലോ 150 രൂപ 160 രൂപ ഇപ്പൊ 180 രൂപയ്ക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനെന്താ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ അത് ബിസിനസ് മാത്രമായിട്ട് നോക്കണത്. അത് ഇന്ന് മേടിച്ച് നാളെ വന്നൊന്നില്ല. അത് പറഞ്ഞാൽ ഈ 18 വർഷമായിട്ട് എനിക്ക് പുറത്തു പോയിട്ട് റൂട്ട് സെയിലോ കാര്യമോ ഒന്നും ചെയ്യാതെ ഈ ചോറ്റാനിക്കരയും ഈ പ്രദേശത്തും ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ നമുക്ക് ഈ കടയിൽ നിന്ന് ഇപ്പൊ കുറെ ദൂര സ്ഥലത്തുനിന്ന് വന്ന് മേടിക്കുന്നവരുണ്ട് മാസത്തിൽ കാര്യങ്ങൾ. അവര് വന്ന് മേടിക്കണ ഈ 18 വർഷമായിട്ട് ഇന്നും ഉണ്ട് ആ കസ്റ്റമർ. ഒരു മാറ്റമില്ല. അതിൽ ക്വാളിറ്റി ഇത് ചെയ്യാൻ നമുക്ക് കസ്റ്റമർ പയ്യാണ് വരുവുള്ളൂ മാത്രമേ ഉള്ളൂ. ഈ വിലയുടെ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് വിലയുടെ അവര് വിലയെ പറ്റിയല്ല ചോദിക്കണത്. നമ്മള് സാധനം വന്നിട്ട് അവർ പർച്ചേസ് ചെയ്ത് പോകും. അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവര് വന്ന് മേടിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഒരു ഫാമിലി വന്ന് മേടിക്കുന്നുണ്ട്, കോട്ടയത്ത് നിന്ന്. അതുപോലെ പാലായിന്ന് വന്നിട്ടുണ്ട്. അവര് മാസത്തിൽ 1 പ്രാവശ്യം വന്നെങ്കിൽ ആ 1 പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് പോകും. അത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് മേടിക്കണേ. അപ്പൊ അവര് 4-5 വീട്ടുകാരുണ്ട്. ആ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ കൂട്ടിയിട്ട് ഒരാൾ വരുമ്പോ അതൊക്കെ കൂടി മേടിച്ചോണ്ട് പോകും. അല്ലാതെ അവർക്ക് കച്ചവടം അല്ലല്ലോ, അവരുടെ വീട്ട് ആവശ്യത്തിന്. ഏതായാലും വണ്ടിയായിട്ട് വരുന്നത്. അപ്പൊ ഇതും കൂടി ഒരുമിച്ച് മേടിച്ചിട്ടോ. അതാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ക്വാളിറ്റിയാണ് നമ്മൾ നോക്കണേ. നമ്മൾ മറ്റുള്ള ഈ 150 രൂപയ്ക്കും അല്ലെങ്കിൽ ഈ 25 രൂപയ്ക്കും കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പോയി മേടിച്ചോളൂ. നമ്മുടെ സാധനം ഇതാണ് ഇത്. അതായത് നമ്മളധികം കസ്റ്റമർ കൂടുതൽ വരുത്തി കൂടുതൽ കച്ചവടം ചെയ്യാൻ ഞാൻ അതിനകത്ത് കൊടുക്കുന്ന സാധനം എന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ മെറ്റീരിയൽ മുഴുവൻ പ്രൊഡക്റ്റ് മുഴുവൻ 100% ആണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാനല്ല പറയേണ്ടത്, തീർച്ചയായിട്ടും അത് കസ്റ്റമേഴ്സാണ്. അത് അവർ ഉപയോഗിച്ചിട്ട് അവരാണ് പറയേണ്ടത്. അതായത് ഈ ഒരു മേഖലയിലുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ അവൈലബിൾ ആണ്, എല്ലാവരും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? അത് കഴിഞ്ഞാണ് നമ്മളിപ്പോൾ ചവിട്ടിയായിട്ട് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ചവിട്ടി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ചവിട്ടിയില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അതോടെ വെച്ചാൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും അപ്പോഴാണ് ബക്കറ്റ്, പ്ലാസ്റ്റിക് ബക്കറ്റ്, കപ്പ്, അങ്ങനെ ഓരോന്നും. അതായത് ഇപ്പൊ ഒരു വന്നു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റായി, ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്. നമ്മൾക്ക് ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് ഓരോരോ പ്രൊഡക്റ്റ് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഫാമിലിയിലേക്ക് കിടക്കാം. ആരൊക്കെയുണ്ട് ഫാമിലിയിൽ? എനിക്ക് 2 മക്കള്, എന്ത് ചെയ്യുന്നു? മോള് നേഴ്സിങ്ങിന് യൂറോപ്പിൽ പഠിക്കുന്നു. മോൻ ഹോട്ടൽ മാനേജ്മെന്റിന് ലാസ്റ്റ് ഇയർ
വയനാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിത്തം ലാസ്റ്റ് ഇയർ ആണല്ലോ. നോക്കടെ 3ാം വർഷം. ഓക്കെ. അപ്പോൾ ഏതായാലും വർഗീസേട്ടാ, അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് മുമ്പോട്ട് പോവുക. അതായത് ഇനിയും പ്രോഡക്റ്റുകൾ കുറച്ചുകൂടെയൊക്കെ ഒന്നോടെ ഇത് ഇവിടുത്തെ ഈ ബിൽഡിങ്ങിന് നമുക്ക് പരിധി വെച്ചിട്ട് നമ്മുടെ സൗകര്യത്തിനും, പിന്നെ ഇത് വലിയ ലോൺ എടുത്തിട്ടോ കാര്യം എടുത്തിട്ടോ ഉള്ള ഒരു പരിപാടിയും ഡെവലപ്പ് ചെയ്യാൻ 18 വർഷം കൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. 18 വർഷം കൊണ്ട് ഇന്ന് വരെ നമ്മൾ ഇടപെട്ടവരോട് ആരോടും അതെന്താ തരാത്തെന്ന് തിരിച്ചു ചോദിക്കാൻ ഒരു വഴിയും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ നാളെയും ഇത് ആവരുതെന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു വലിയ കടം മേടിച്ചിട്ട് ഇപ്പൊ പലരും ഓടിയെടുത്ത് പലതെടുത്ത് പല രീതിയിട്ടും ഡെവലപ്പ് ചെയ്യാം. അതിനോട് എനിക്ക് ഉറക്കം കളയാൻ, അതായത് നമ്മൾ മനസ്സമാധാനം വേണം അല്ലേ? അതുകൊണ്ടാണല്ലോ വേറെ മനുഷ്യന് അധികം പൈസയുടെ ആവശ്യമൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന 1.5 ലക്ഷം രൂപയായിരുന്നു. ആ 1.5 ലക്ഷം രൂപയെന്നാണ് ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പ് ചെയ്ത് 6 മാസത്തെ കച്ചവടം ഇല്ലാതെ ഇപ്പോൾ കൂട്ടാൻ പോകണമെന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ പിന്നെ ഓട്ടോറിക്ഷ എടുത്തത്. ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ 6 മാസം ഒരുത്തൻ ഗൾഫിൽ നിന്ന് വന്ന് തിരിച്ചു വന്ന് എല്ലാ ബാധ്യതയാവും എല്ലാ കാര്യങ്ങളും എല്ലാം തീർന്ന് വരവേൽപ്പ് സിനിമ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആകെ ഉണ്ടായിരുന്ന 1.5 ലക്ഷം രൂപയായിരുന്നു. 1.5 ലക്ഷം രൂപയ്ക്ക് 80,000 രൂപ റൂമിന് അഡ്വാൻസ് കൊടുത്തു. ബാക്കി 70,000 രൂപ ഉണ്ടായിരുന്നത് ഇവിടെയും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് 6 മാസമായിട്ടൊന്നുമില്ല. പിള്ളേരുടെ ഫീസ് കൊടുക്കണം, വീട്ടുചെലവ് കാര്യങ്ങൾ ഇതെല്ലാം എല്ലാം തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ 6 മാസമായിട്ട് 100 രൂപയ്ക്ക് പോലും വിൽക്കാതെ വന്നപ്പോൾ പൂട്ടുന്നുള്ള സ്റ്റൈല് വന്നപ്പോഴാണ് വൈഫ് കടയിൽ വരുന്നത്. അവൾ എത്തിയിട്ടാണ് ഞാൻ പിന്നെ ഓട്ടോറിക്ഷ മേടിച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചു വരും. അങ്ങനെ പിന്നെ ഇത് ചെറുതായിട്ട് കച്ചവടം തുടങ്ങിയപ്പോഴാണ് അത്. അപ്പോൾ ഏതായാലും പറയിച്ചേട്ടാ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും റീസേൻ്റെ ഫാമിലിയെക്കുറിച്ചും എല്ലാവരെയും നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പോൾ ഇനി പുതിയ എന്താ പറയുക ബ്രാഞ്ചുകളും പുതിയ പ്രോഡക്റ്റുകളൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.